പാർട്ട് ബിയിലാണ് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. പാർട്ട് ബിയിലാണ്. ഓക്കെ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ക്വസ്റ്റ്യൻ നല്ലവണ്ണം വായിക്കുക എന്നുള്ളതാണ്. ചില സമയത്ത് ക്വസ്റ്റ്യനിൽ 2 ഭാഗങ്ങളൊക്കെ ഉണ്ടായേക്കാം, ചിലപ്പോൾ 3 ഭാഗങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗത്തിന് 1 മാർക്ക്, രണ്ടാമത്തതിന് 2 മാർക്ക്, മൂന്നാമത്തേതിന് 3 മാർക്ക്. അങ്ങനെ 3 ഭാഗത്തിനും ആൻസർ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മൊത്തം 3 മാർക്ക് ചിലപ്പോൾ കിട്ടുള്ളൂ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നല്ലവണ്ണം വായിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ, ഡ്രോ എ ഡയഗ്രാം ടു ഇല്ലുസ്ട്രേറ്റ് ദ പാരലലോഗ്രാം ലോ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യന് 2 ഭാഗമുണ്ട് എന്ന് നമുക്ക് വേണേൽ പറയാം. ഇത് ഒന്നാമത്തെ ഭാഗവും ഇത് രണ്ടാമത്തെ ഭാഗവും. ആദ്യം നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യണം, പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷനെ നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യണം ആദ്യം. ഓക്കെ, ഞാൻ ഇത് പറയാണ്. ആദ്യം നമുക്ക് വെക്ടർ എന്താണ് എന്നുള്ളതൊന്ന് ബ്രീഫായിട്ട് മനസ്സിലാക്കാം. ഞാനൊരു എക്സാമ്പിൾ എടുത്ത് പറയാം. ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റി ആണല്ലോ, അല്ലേ? നമുക്ക് അളക്കാൻ പറ്റുന്ന ഒന്നാണ് ഫോഴ്സ്. ഞാൻ ഇവിടെ എൻ്റെ ഒരു ബോളുണ്ട്, ആ ബോളിൻ്റെ മേലെ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യും, അല്ലേ? വലതു ഭാഗത്തേക്ക് മൂവ് ചെയ്യും. അതേസമയം ഞാൻ ഫോഴ്സ് താഴെ നിന്ന് മേലേക്കാണ് കൊടുത്തിരുന്നതെങ്കിൽ ബോള് താഴെ നിന്ന് മേലേക്ക് മൂവ് ചെയ്യുന്നു, അല്ലേ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഫോഴ്സ് എന്ന് പറയുന്നതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, അതിനൊരു ഡയറക്ഷനും കൂടി ഉണ്ട്. ഏത് ഭാഗത്തേക്കാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് എന്നതിനനുസരിച്ച് ഈ ബോഡിക്ക് സംഭവിക്കുന്ന സ്ഥാനമാറ്റത്തിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഫോഴ്സ് എന്ന് പറയുന്നതിന് 2 സംഗതികളുണ്ട്. ഒന്ന് മാഗ്നിറ്റ്യൂഡാണ്, രണ്ടാമത്തത് ഡയറക്ഷനാണ്. ഇങ്ങനെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളതിനെയാണ് നമ്മളൊരു വെക്റ്റർ എന്ന് വിളിക്കുക. അങ്ങനെയുള്ള ഒരു ക്വാണ്ടിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെക്റ്റർ. ഓക്കെ, മനസ്സിലായോ? വെക്റ്റർ എന്താണെന്ന് മനസ്സിലായോ? ശരി, ഇനിയിപ്പോൾ നിങ്ങൾ ഫോഴ്സ് തന്നെ എക്സാമ്പിളായിട്ട് എടുത്തോ. നിങ്ങളുടെ കയ്യിൽ 2 ഫോഴ്സുകളുണ്ട്. ഒരു ഫോഴ്സ് ഞാൻ പി എന്ന് വിളിക്കുകയാണ് കേട്ടോ. ഒരു ഫോഴ്സ് ഇതാ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ഫോഴ്സ് ഇതാ ഇങ്ങോട്ടാണ് വരുന്നത്, അതിനെ ഞാൻ ക്യൂ എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബോൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ, നമുക്ക് നേരിട്ടങ്ങ് പറയാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്ന് പറയുന്ന ഒരു ട്രിക്ക് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്, ഒരു ലോ ഉപയോഗിക്കാൻ പോകുന്നത്. അതിങ്ങനെയാണ്. നിങ്ങൾ ആ ഫോഴ്സിനെ എടുക്കുക, പി എന്ന് പറയുന്ന ഫോഴ്സിനെ നിങ്ങൾ ആദ്യം എടുക്കുക. ഇതൊരു വെക്റ്റർ ആയതുകൊണ്ട് അതിൻ്റെ മേലൊരു ആരോ ഇട്ട് വേണം കാണിക്കാൻ. എന്നിട്ട് ക്യൂ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ക്യൂ എടുത്തിട്ട് പിയുടെ വാലുമ കൊണ്ടേ വെക്കുക. ക്യൂവിൻ്റെ ആംഗിൾ ഒന്നും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ക്യൂ എടുത്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് പിൻ്റെ വാലുമ കൊണ്ടുപോയിട്ട് വെക്കുക. കണ്ടോ? ഇങ്ങനെ കിട്ടും നിങ്ങൾക്ക്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊരു പാരലലോഗ്രാമായിട്ട് തോന്നും. പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ ദാ ഈ ആകൃതിയുള്ളതിനെയാണ് പാരലലോഗ്രാം എന്ന് പറയാം. ഈ ആകൃതിയുള്ളതിനെ. അപ്പോൾ ഇവിടെ ഒരു പിയും ഇവിടെ ഒരു ക്യൂ ഉണ്ടെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പോസിറ്റ് സൈഡുകൾ പാരലലായിരിക്കും. ഓപ്പോസിറ്റ് സൈഡുകൾ തമ്മിൽ പാരലലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കിതിനെ ഒരു പാരലലോഗ്രാം എന്ന് വിളിക്കാം. ഇങ്ങനെയുള്ള ഷേപ്പിനെയാണ് നമ്മൾ പാരലലോഗ്രാം എന്ന് വിളിക്കുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പിയും ക്യൂവും ഇവിടേക്ക് നോക്കുക. ഈ പിയും ക്യൂവും കണ്ടോ, ഒരു പാരലലോഗ്രാമിൻ്റെ 2 സൈഡല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പാരലലോഗ്രാമിനെ കംപ്ലീറ്റ് വരയ്ക്കുക. എന്നിട്ട് ഈ ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് ഞാനത് വരയ്ക്കുന്നത് കേട്ടോ. ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് ഞാൻ ക്യൂവിനെ വരച്ചിട്ടുള്ളത്. അതേ പോയിന്റിൽ നിന്ന് ഞാൻ ഇതാ ഒരു ഡയഗണൽ വരയ്ക്കുക. എന്താണ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ? ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഒരു കോർണറിന്ന്, ഇതൊരു കോർണറാണ്, ഒരു കോർണറിന്ന് നേരെ ഓപ്പോസിറ്റിലുള്ള കോർണറിലേക്ക് വരക്കുന്ന ഒരു ലൈനിനെയാണ് നമ്മൾ ഡയഗണൽ എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ഈ ഡയഗണൽ ആയിരിക്കും ഇവരുടെ രണ്ടാളുടെയും റിസൾട്ടൻ്റ് എന്നാണ് പറയുക. ഈ പിയും ക്യൂവും കൂടി കൂടുമ്പോൾ ഉണ്ടാവുന്ന റിസൾട്ടൻ്റ് ഈ ഡയഗണൽ ആയിരിക്കും എന്നാണ് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് മലയാളത്തിൽ പറഞ്ഞു നോക്കുക. എന്താണ്? നിങ്ങളുടെ കയ്യിൽ 2 വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ വെക്റ്റേഴ്സിനെ നിങ്ങളൊരു പാരലലോഗ്രാമിൻ്റെ 2 അടുത്തടുത്ത സൈഡുകളായിട്ട് കാണിച്ചാൽ, 2 അടുത്തടുത്ത സൈഡുകളായിട്ട് കാണിച്ചാൽ ആ പാരലലോഗ്രാമിൻ്റെ ഡയഗണലായിരിക്കും അവരുടെ റിസൾട്ടൻ്റ്. റിസൾട്ടൻറ്റിനെ ആർ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് കാണിക്കുക. റിസൾട്ടൻറ്റിനെ എങ്ങനെ കാണിക്കുക? ആർ. റിസൾട്ടൻ്റ് ഇത് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനാണ്. 2 ഫോഴ്സുകളുടെ എഫക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് റിസൾട്ടൻറ്റിന് ആർ എന്നാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. എന്താണിത്?
നിങ്ങളുടെ കയ്യിൽ 2 വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ 2 വെക്റ്റേഴ്സിനെ ഞാൻ വേറൊരു കളർ ഉപയോഗിക്കാം. നിങ്ങളുടെ കയ്യിൽ 2 വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ 2 വെക്റ്റേഴ്സിനെ ഒരു പാരലലോഗ്രാമിൻ്റെ 2 സൈഡുകളായിട്ട് നിങ്ങൾ കാണിച്ചാൽ ആ പാരലലോഗ്രാമിൻ്റെ ഡയഗണലായിരിക്കും അവരുടെ റിസൾട്ടൻ്റ്. റിസൾട്ടൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? റിസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഈ 2 വെക്റ്ററുകളും കൂടി കൂടിയാൽ കിട്ടുന്ന ഫോഴ്സ്, കൂടിയാൽ കിട്ടുന്ന വെക്റ്റർ. ഓക്കെ, അതാണ് പാരലലോഗ്രാം. എന്നാൽ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു നോക്കാം എന്താണ് പാരലലോഗ്രാം മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഇഫ് 2 vectors are represented by 2 sides of a parallelogram, drawn from a point. കണ്ടോ, ഇവിടെയുള്ള പോയിന്റിൽ നിന്ന്, O എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് ഇത് വരച്ചിട്ടുള്ളത്. Then the resultant is represented by the diagonal of the parallelogram drawn from the same point. അതേ പോയിന്റിൽ നിന്ന് വരച്ച ഡയഗണലായിരിക്കും അവരുടെ 2 പേരുടെയും റിസൾട്ടൻ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ശരി, എന്നാൽ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സം ക്വാണ്ടിറ്റീസ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഇതൊക്കെ മുമ്പ് കാലത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. സം ക്വാണ്ടിറ്റീസ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ചില ക്വാണ്ടിറ്റികൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് കിട്ടുന്നതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദീസ് ക്വാണ്ടിറ്റീസ്. ഈ ക്വാണ്ടിറ്റീസ് ഏതാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബൈ വാട്ട് നെയിം ദ യൂണിറ്റ്സ് ഓഫ് ദീസ് ക്വാണ്ടിറ്റീസ് ആർ നോൺ. ഏത് പേരിലാണ് അവയുടെ യൂണിറ്റ് അറിയപ്പെടുന്നത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നെയിം എ ക്വാണ്ടിറ്റി ഓഫ് ദിസ് കൈൻഡ് ആൻഡ് ഇറ്റ്സ് യൂണിറ്റ്. ഇതിനൊരു എക്സാമ്പിൾ കൊടുക്കുക, അതിൻ്റെ ഒരു യൂണിറ്റ് എഴുതി കൊടുക്കുക. അപ്പോൾ ഇതിൽ ABC എന്ന് പറഞ്ഞ് 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമുക്ക് ആദ്യം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്താണെന്നൊന്ന് പറഞ്ഞു നോക്കാം. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അളക്കാൻ പറ്റുന്നത് എന്നേ ഉള്ളൂ. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് അളക്കാൻ പറ്റുന്നത് എന്നാണ് അർത്ഥം.